വെൽക്കം ബാക്ക് ടു സാൻവീസ് ടേസ്റ്റ് വേൾഡ്. റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഗുലാബ് ജാമുനാണ് റസ്ബോറ. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കാവുന്ന ഒരു സൂപ്പർ ഡെസേർട്ട് ഐറ്റമാണിത്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റസ്ബോറ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ കുറച്ച് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇടുകയാണ്. കൂടെ തന്നെ അതേ അളവിൽ വെള്ളം കൂടെ ചേർക്കുക. ഇപ്പോൾ ഒരു ഗ്ലാസ്സിലാണ് പഞ്ചസാര എടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് 1 ഗ്ലാസ് വെള്ളം. അതാണ് ഷുഗർ സിറപ്പിൻ്റെ കണക്ക്. ഇതിലേക്ക് 1 ഏലക്കായ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ അടുപ്പിലിരിക്കട്ടെ. ഇതേ സമയത്ത് തന്നെ നമുക്ക് വേറൊരു അടുപ്പിൽ ഒരു പാൻ വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1/2 കപ്പ് റവ കൂടെ ചേർക്കുകയാണ്. ഞാൻ 125 ml കപ്പിലാണ് റവ എടുത്തത്. ഗ്ലാസ്സിലാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് അളവിൽ റവ ചേർക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 4-5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഒരു 4 മിനിറ്റ് കൊണ്ട് ഇതൊന്ന് റോസ്റ്റ് ആയി കിട്ടും. ഇപ്പോൾ ഏകദേശം 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 3/4 ഗ്ലാസ് അളവിൽ പാലാണ്. ഞാൻ ഇവിടെ 3/4 ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. തണുത്ത പാൽ ചേർക്കരുത്. ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെക്കണം. 3/4 ഗ്ലാസിൻ്റെ പകുതി ആദ്യം ചേർക്കുകയാണ്. ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ബാക്കിയുള്ള പാൽ കൂടെ ചേർക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ജസ്റ്റ് ഈ പാലൊന്ന് വറ്റി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഇതിൽ തന്നെ ഇരുന്നാൽ കുറച്ച് ഹാർഡായി പോവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് കുഴച്ചെടുക്കാനുള്ളതാണ്. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു 3-4 മിനിറ്റ് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഷുഗർ സിറപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. പഞ്ചസാരയും വെള്ളവും ചേർത്ത് അടുപ്പിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചാൽ ഷുഗർ സിറപ്പ് റെഡിയായി കിട്ടും. ഇത് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മിക്സ് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചത് ചേർക്കുകയാണ്. ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടെ ചേർക്കാം. കൂടുതൽ ചേർക്കണ്ട, 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി കൂടെ ചേർക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. പാൽപ്പൊടി കൂടെ ചേർത്തിട്ട് ഇത് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്ത് വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് ആദ്യം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് പാൽ കൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽ ചേർക്കുകയാണ്. ചപ്പാത്തിയുടെ മാവ് പോലെ നല്ല കുഴച്ച് ഉരുളിയാക്കി വെക്കണം. 2 ടേബിൾ സ്പൂൺ പാൽ ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ ചപ്പാത്തിയുടെ പോലെ നല്ല ഫൈൻ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കണം. ഏകദേശം ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ഷേപ്പിൽ നമുക്ക് ബോൾസ് ആക്കി വെക്കാം. ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഉരുട്ടിയെടുത്താൽ മതി. കയ്യിലൊരൽപ്പം നെയ്യ് തടവിയാൽ പെട്ടെന്ന് തന്നെ ബോളാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ ഈ മുഴുവൻ മാവും നമുക്കിതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റി വെക്കാം. ഇത് വേണമെങ്കിൽ ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് ഗുലാബ് ജാമുൻ പോലെ വറുത്തെടുത്ത് ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്യാം. പക്ഷേ ഇത് റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇങ്ങനെ ആവുന്ന സമയത്ത് ഫ്രൈ ചെയ്യാൻ കുറച്ച് ഓയിൽ മാത്രം മതിയാവും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. വളരെ പെട്ടെന്ന് കുക്കായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നത്. ഇപ്പോൾ എല്ലാ ഉരുളകളും ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു പകുതി ഭാഗം മുങ്ങിക്കിടക്കാനുള്ള അത്രയും എണ്ണ ഒഴിച്ചാൽ മതിയാവും. എണ്ണ നന്നായി ചൂടായ ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മുടെ ഈ ഓരോരോ റസ്ബോറ ഇതിലേക്കിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. 1 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡ് കുക്കാവും. അപ്പോൾ അതൊക്കെ ഓരോന്നായി എണ്ണയിലേക്ക് ഇടാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ എണ്ണ കുടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യണം. ഏകദേശം 1 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. 1 മിനിറ്റ് കൂടി ഒന്ന് എണ്ണയിൽ വെച്ച് കഴിഞ്ഞാൽ ബാക്കി മറ്റേ ഭാഗം കൂടെ ഫ്രൈ ആയി കിട്ടും.
ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായാൽ മതി, ഒരുപാട് കളറാവേണ്ട ആവശ്യമില്ല. ഈ റവ ഓൾറെഡി പകുതി കുക്കായതാണ്, നമ്മൾ അടുപ്പിൽ വെച്ച് റോസ്റ്റ് ചെയ്ത് പാലൊഴിച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുക്കാവേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ അതൊക്കെ കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടെ നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഈ അളവിലുണ്ടാക്കിയ ഒരു 15 എണ്ണ ഉണ്ടാവും. ഇപ്പോൾ എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മുടെ റസ്ബോറാസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്യണം. ഷുഗർ സിറപ്പ് ചൂടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഷുഗർ സിറപ്പ് ഒന്ന് ജസ്റ്റ് ചൂടാക്കി കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മധുരം ഈ റസ്ബോറയിലേക്ക് കോട്ടായി കിട്ടും. ഒരു അരമണിക്കൂർ ഇതുപോലെ വെച്ചാൽ മതിയാവും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈ ഷുഗർ സിറപ്പ് നന്നായി മിക്സാവും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ റസ്ബോറ നല്ല അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി തണുപ്പിച്ച് കഴിക്കാനായിരിക്കും കൂടുതൽ സ്വാദ്. ഇത് കുട്ടികൾക്കൊക്കെ ഉറപ്പായും ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാവും. നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അടിപൊളി. വെള്ളം ഒഴിച്ച് വെക്കുന്ന ഇത് വെള്ളമല്ല, ഷുഗർ സിറപ്പാ. ഷുഗർ സിറപ്പ് നോക്ക് എന്താ അമ്മ ചുലാജാമല്ലേ എത്രയാ അല്ലല്ലോ. അമ്മ പ്ലേറ്റ് തരാം. വെയിറ്റ്, പോയി കൈ കഴുകിട്ട് വാ. Yummy.